ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് 2022 സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങളെക്കുറിച്ച് നിരവധി ചർച്ചകളും നടന്നു വന്നിരുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബോയിങ് F-18 സൂപ്പർ ഹോർണറ്റ് അല്ലെങ്കിൽ ദസോ റഫാലം വിമാനങ്ങൾ സ്വന്തമാക്കാൻ നാവികസേന ആഗ്രഹിക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യയുടെ TDBFനെ കുറിച്ചുള്ള നിരവധി അപ്ഡേറ്റുകളും പുറത്തുവരുന്നു. ഇത് റഫാലെമ്മും TDBFും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് TDBFും റഫാലെമ്മും തമ്മിലുള്ള താരതമ്യം ഒന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. കൂടാതെ വരാനിരിക്കുന്ന കാലയളവിൽ നാവികസേനയുടെ ആയുധശേഖരത്തിലേക്ക് ഏത് യുദ്ധവിമാനമാണ് എത്തിച്ചേരാൻ സാധ്യതയെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ വരാനിരിക്കുന്ന തദ്ദേശീയ യുദ്ധവിമാനമാണ് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, DRDO, എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എന്നിവർ ചേർന്നാണ് ഈ വിമാനം വികസിപ്പിക്കുന്നത്. അതേസമയം ഫ്രഞ്ച് നാവികസേനയുടെ ആവശ്യങ്ങൾക്കായി ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനാണ് റഫാലം വികസിപ്പിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ റഫാൽ യുദ്ധവിമാനത്തിന്റെ കാരിയർ അടിസ്ഥാനമാക്കിയുള്ള വേരിയന്റ് ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നിലവിൽ ഫ്രഞ്ച് നാവികസേനയിൽ F-3R സ്റ്റാൻഡേർഡ് റഫാലം വിമാനങ്ങളാണ് പ്രവർത്തിച്ചു പോരുന്നത്. റഫാലെമ്മിന് 15.27 മീറ്റർ നീളവും 10.9 മീറ്ററിന്റെ വിങ് സ്പാനും ഉണ്ടാകും. അതേസമയം TDBFന് 16.3 മീറ്റർ നീളവും 11.2 മീറ്റർ വിങ് സ്പാനുമാകും ഉണ്ടായിരിക്കുക. റഫാലെമ്മിൽ നിന്ന് വ്യത്യസ്തമായി TDBFന് മടക്കാൻ കഴിയുന്ന ചിറകുകളായിരിക്കും ഉണ്ടാകുക. കൂടാതെ റഫാലെമ്മിന് 24,500 കിലോഗ്രാമും TDBFന് 26,000 കിലോഗ്രാമും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ഉണ്ടാകും. റഫാലം 2 M88 എഞ്ചിന്റെയും TDBF 2 GF414 എഞ്ചിന്റെയും സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ റഫാലെമ്മിന് TDBFനേക്കാളും വേഗതയിൽ പറക്കാൻ കഴിയും. അതായത് റഫാലെമ്മിന്റെ പരമാവധി വേഗത മാക് 1.8ഉം TDBFന്റെ പരമാവധി വേഗത മാക് 1.6ഉം ആയിരിക്കും. എന്നാൽ സർവീസ് സീലിംഗിന്റെ കാര്യം നോക്കുമ്പോൾ TDBF ആണ് മികച്ചത്. റഫാലെമ്മിന് 15,835 മീറ്ററും TDBFന് 18,000 മീറ്ററിന്റെയും സർവീസ് സീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷേ G ലിമിറ്റ് എടുക്കുമ്പോൾ റഫാൽ തന്നെയാണ് മികച്ചത്. അതായത് റഫാലെമ്മിന്റെ G ലിമിറ്റ് +9 ബാർ -3.6ഉം TDBFന്റെ G ലിമിറ്റ് +8 ബാർ -3ഉം ആയിരിക്കും. ഇപ്പോൾ TDBFന്റെ ഈ 3 പ്രകടന പാരാമീറ്ററുകൾ മാത്രമേ പൊതുവായി ലഭ്യമാകുകയുള്ളൂ. ഇനി ഏവിയോണിക്സ് പരിശോധിക്കുമ്പോൾ റഫാലെമ്മിൽ തെയിൽസ് RBE2 AES റഡാറും TDBFൽ ഉത്തം AES റഡാറുമാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 റഫാലം വിമാനങ്ങൾ ഫ്രഞ്ച് നാവികസേനയ്ക്ക് 2000 ഡിസംബറിലാണ് കൈമാറുന്നത്. 2004 ജൂൺ മുതൽ ഫ്രഞ്ച് നാവികസേനയുമായി ഈ വിമാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചു. 2018 ഡിസംബറിൽ F-3R നിലവാരത്തിലേക്ക് നവീകരിച്ച ആദ്യത്തെ റഫാലം വിമാനങ്ങൾ ഫ്രഞ്ച് നാവികസേന ഏറ്റെടുത്തു. 2020 ജനുവരി 29 സിറിയയിൽ റഫാലം പ്രവർത്തന സേവനം ആരംഭിച്ചു. ഫ്രഞ്ച് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗല്ലയിലാണ് റഫാലം ആദ്യമായി വിന്യസിച്ചത്. അടുത്തിടെ, അതായത് 2021 മാർച്ച് 8 റഫാലം F-3R വേരിയന്റ് അതിന്റെ പൂർണ്ണ പ്രവർത്തന ശേഷിയിലെത്തിയതായും പൂർണ്ണ പ്രവർത്തന സേവനത്തിൽ പ്രവേശിച്ചതായും ഫ്രാൻസ് പ്രഖ്യാപിച്ചു. 2024 മുതൽ ഈ റഫാൽ വിമാനങ്ങൾ F-4 നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ഫ്രഞ്ച് നാവികസേന വ്യക്തമാക്കുന്നു. അതേസമയം TDBF വിമാനങ്ങൾ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വിമാനം ഇപ്പോഴും അതിന്റെ രൂപകൽപ്പനാ ഘട്ടത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. TDBF 2026 അതിന്റെ ആദ്യ ഫ്ലൈറ്റ് നടത്തുമെന്ന് പറയപ്പെടുന്നു. ഇത് 2030 മുതൽ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുകയും 2032 മുതൽ ഇന്ത്യൻ നാവികസേനയിൽ സേവനത്തിൽ പ്രവേശിക്കുമെന്നും കരുതപ്പെടുന്നു. 42 റഫാലം വിമാനങ്ങളാണ് ഫ്രഞ്ച് നാവികസേനയിൽ നിലവിൽ സേവനത്തിലുള്ളത്. ഇന്ത്യൻ നാവികസേന 50ഓളം TDBF പോരാളികളെ സംഭരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭാവിയിൽ ഈ എണ്ണം കൂടാമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഓരോ വിമാനത്തിന്റെയും ആയുധ പാക്കേജ് ഒന്ന് വിശദമായി നോക്കാം. റഫാലെമ്മിന്റെ ആയുധ പാക്കേജ് പരിശോധിക്കുമ്പോൾ വളരെ മികച്ച ആയുധങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവയിലെ ഏറ്റവും മികച്ച ആയുധം ലോകത്തിലെ തന്നെ അപകടകാരിയായ BVR മിസൈലായ മീറ്റിയോർ ആണ്. ഈ മിസൈൽ തന്നെയാണ് റഫാൽ എന്ന യുദ്ധവിമാനത്തെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. 60 മിസൈലിന്റെ നോ എസ്കേപ്പ് സോണുള്ള ഈ മിസൈലിന് 100 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ട്. ഒരു റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചാണ് ഈ മിസൈൽ പരമാവധി വേഗതയായ മാക് 4ൽ പറക്കുക. നിലവിൽ UK-യുമായുള്ള കരാർ അനുസരിച്ച് മീറ്റിയോർ മിസൈലിന്റെ നൂതന വെർഷൻ ഇന്ത്യയിൽ നിർമ്മിക്കാനും പദ്ധതികളുണ്ട്.
അടുത്തതായി റഫാലിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു മികച്ച മിസൈൽ മിക്ക എയർ ടു എയർ മിസൈലാണ്. ഇവ ഒരു പ്രത്യേകതരം മിസൈലായി കണക്കാക്കപ്പെടുന്നു. അതായത് ഒരേ സമയം ഈ മിസൈലിന് ഷോർട്ട് റേഞ്ചിലും മീഡിയം റേഞ്ചിലും പ്രവർത്തിക്കാൻ കഴിയും. ത്രസ്റ്റ് വെക്ടർ കൺട്രോൾ സിസ്റ്റവും ഫയർ ആൻഡ് ഫോർഗറ്റ് സിസ്റ്റവും കൂടി ചേർന്നതോടെ ഈ മിസൈൽ കൂടുതൽ അപകടകാരിയാകുന്നു. ഈ മിസൈലിന്റെ ഓപ്പറേഷണൽ റേഞ്ച് 500 മീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അടുത്തതായി റഫാലിലെ ഏറ്റവും മികച്ച ആയുധം ASMBA സൂപ്പർസോണിക് ന്യൂക്ലിയർ മിസൈലാണ്. ഇതൊരു മീഡിയം റേഞ്ച് ന്യൂക്ലിയർ എയർ ടു സർഫസ് മിസൈലാണ്. അതായത് ഈ മിസൈലിന് TN-81 ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇവയിലെ ലിക്വിഡ് ഫ്യൂൽ റാംജെറ്റ് എഞ്ചിന് മാക് 3 വേഗതയിൽ 300 കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയും. മിറാഷ് വിമാനങ്ങളിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന AN-22 ബോംബിനെ മാറ്റിസ്ഥാപിക്കാനായാണ് ഈ മിസൈൽ നിർമ്മിച്ചത്. റഫാലിലെ മറ്റൊരു മികച്ച ആയുധം ഹാമർ മോഡുലാർ എയർ ടു ഗ്രൗണ്ട് വെപ്പണാണ്. ഒരു സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ആയുധത്തിന് 250 കിലോഗ്രാം വാർഹെഡ് വഹിച്ച് 50 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും. ഇവയുടെ കൃത്യത കൂട്ടാൻ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം, ലേസർ ഗൈഡൻസ്, ഇൻഫ്രാറെഡ് ഹോമിംഗ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. എന്നാൽ ഉടൻ ഫ്രഞ്ച് നാവികസേനയിലേക്ക് എത്തുന്ന റഫാൽ എമ്മിന്റെ F4 വെർഷന് മറ്റ് 2 നൂതനായുധങ്ങൾ കൂടി ഘടിപ്പിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മിക്ക NG എയർ ടു എയർ മിസൈലാണ്. റേഞ്ച് എല്ലാം പഴയതിനു തുല്യമാണെങ്കിലും NG വെർഷന് സ്റ്റെൽത്ത് വിമാനങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും. അടുത്തതായി റഫാൽ എമ്മിൽ സംയോജിപ്പിക്കുക ഹാമറിന്റെ 1000 കിലോഗ്രാം എയർ ടു ഗ്രൗണ്ട് വെപ്പണാണ്. നിലവിലുള്ള ഹാമർ ആയുധത്തെക്കാളും അപകടകാരിയാണ് റഫാൽ F4-ലെത്തുന്ന നൂതന ഹാമർ ആയുധം. ഇനി നമുക്ക് TDBF-ൽ ഇന്ത്യ സജ്ജീകരിക്കുന്ന ആയുധങ്ങളെ പറ്റി ഒന്ന് വിശദമായി നോക്കാം. TDBF എത്തുക ഇന്ത്യയുടെ ഏറ്റവും മികച്ച തദ്ദേശീയ ആയുധങ്ങളുമായാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ തദ്ദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലായ അസ്ത്ര മിസൈലാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രുവിന്റെ ദൂരമനുസരിച്ച് ഇവയ്ക്ക് ഷോർട്ട് റേഞ്ചായും ലോങ് റേഞ്ചായും പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ്. അതായത് 10 കിലോമീറ്റർ മുതൽ 110 കിലോമീറ്റർ വരെയുള്ള ഏതൊരു ടാർഗറ്റിനെയും കൃത്യമായി തകർക്കാൻ അസ്ത്രയ്ക്ക് കഴിയും. TDBF-ൽ അസ്ത്രയുടെ MK3 വെർഷനായിരിക്കും സജ്ജീകരിക്കുക എന്ന് പറയപ്പെടുന്നു. MK3 വെർഷന് സോളിഡ് ഫ്യൂൽ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് മാക് 4.5 വേഗതയിൽ 350 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. അടുത്തതായി TDBF-ലെ ഏറ്റവും അപകടകാരിയായ മിസൈൽ ബ്രഹ്മോസ് NG മിസൈലാണ്. ബ്രഹ്മോസിന്റെ നിലവിലെ വേരിയന്റിനേക്കാൾ ഭാരം കുറവോടെയും 600 കിലോമീറ്ററിന്റെ റേഞ്ചോടെയുമാണ് ഈ മിസൈൽ എത്തുന്നത്. കൂടാതെ ഗ്രൗണ്ട് അറ്റാക്ക് റോളിനായി ലേസർ ഗൈഡഡ് ആയുധങ്ങളും DRDOയുടെ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ പോലെയുള്ള ബോംബുകളും ഉണ്ടായിരിക്കും. UK-യും ഇന്ത്യയും സംയുക്തമായി നിർമ്മിക്കുന്ന മീറ്റിയോർ മിസൈലിന്റെ നൂതന പതിപ്പും TDBF-ൽ സജ്ജീകരിക്കാൻ കഴിയും. അതോടെ റഫാൽ എമ്മിനെ പോലെ ഒരു മാരകമായ യുദ്ധവിമാനമായി TDBF മാറുമെന്നത് ഉറപ്പാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് റഫാൽ എമ്മാണോ TDBF ആണോ മികച്ചത് എന്ന സംവാദമില്ല എന്നതാണ് സത്യം. കാരണം TDBF ഇന്ത്യയുടെ നാവിക വ്യോമാവസരങ്ങളുടെ ഭാവിയായിരിക്കും. എന്നാൽ TDBF എത്തുന്നതിന് മുൻപ് ഏകദേശം 10 വർഷത്തെ ഇടവേള ഉണ്ടാകുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാൽ വാങ്ങലിലൂടെ ഈ വിടവ് നികത്താനുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നാവികസേന റഫാൽ എമ്മിനെ കാണുന്നു. കാരിയർ അധിഷ്ഠിത യുദ്ധവിമാന വിഭാഗത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റഫാൽ എം എന്നത്. TDBF-നെ കുറിച്ചും ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. എന്നിരുന്നാലും TDBF ഇപ്പോഴും വികസന ഘട്ടത്തിലാണ്. അതിനാൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ TDBF ഒരു പരിധിവരെ മികച്ചതായിരിക്കുമെന്നുറപ്പാണ്. TDBF എത്തുന്നതുവരെ ആ വിടവ് നികത്താൻ റഫാൽ എം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.